ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അർജൻറ്റീന ആയിട്ടുള്ള കളി നടക്കുകയാണ്. അർജൻറ്റീന ആരാധകരാണല്ലോ മൊത്തം കേരളത്തിൽ മഹാഭൂരിപക്ഷവും. പ്രത്യേകിച്ചും ബ്രസീൽ പുറത്തായതോടുകൂടി എല്ലാവരും അർജൻറ്റീനയിലേക്ക് കൂറുമാറി. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് വിളി കുറയാൻ സാധ്യതയുണ്ട്. അത്രമാത്രം ആൾക്കാർ ഇപ്പം തീരും. ഏതാനും കുറച്ച് നിമിഷം കൂടിയേ ഉള്ളൂ തോന്നുന്നു. കളിയുടെ അതിൻ്റെ അവസ്ഥയൊന്നും നോക്കാനേ പറ്റിയുള്ളൂ. അവസ്ഥയൊന്നും അറിയില്ല. എങ്കിലും അർജൻറ്റീന ആയിരിക്കും ജയിക്കുക. എന്തോ ആവട്ടെ. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. അവസാനം അർജൻറ്റീനയും മെസ്സിയും തന്നെ ജയിച്ചു. ഇത്തവണ അങ്ങനെ പറച്ചലിനൊന്നും നിന്നിട്ടില്ല. അതും ജ്യോതിഷ പ്രവചനമല്ല. ജ്യോതിഷ പ്രവചനത്തിനൊന്നും നിൽക്കാറില്ല. അത് എൻ്റെ രീതിയല്ല. മറിച്ച് ഒരു ദൈവികമായൊരു ഉൾവിളി പലപ്പോഴും ചില കേസിലൊക്കെ സംഭവിക്കാറുണ്ട്. അത് പറയും, അത്രമാത്രം. ഏതായാലും ഇനി വരാമ്പോൾ നമുക്ക് നമ്മളെ കാര്യം പറയാം. അവരൊക്കെ ഗോളൊക്കെ അടിച്ച് കോടിക്കണക്കിന് പണം മറിയുന്നൊരു ലോകവും കൂടിയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അതിനൊക്കെയുള്ള സ്പോൺസേഴ്സിനും മറ്റൊക്കെ ഭയങ്കരമായ അതിൻ്റെ കാണാപ്പുറങ്ങളുണ്ട്. അത് പിന്നെ ചിലരൊക്കെ അതിൻ്റെ അടിയിൽ ചില കളികളുണ്ട്. ആര് ജയിക്കണം, അങ്ങനെയൊക്കെ പലതും ഉണ്ടതിൽ. ഇപ്പം അർജൻറ്റീനയൊന്നും അങ്ങനെ എപ്പോഴും അല്ല, ഫിഫ അങ്ങനെ ചെയ്യുമെന്നല്ല. കാരണം അർജൻറ്റീനയൊക്കെ ഔട്ടായി കഴിഞ്ഞാൽ കളി കാണാൻ ആളുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവരുടെ നടത്തിപ്പുകാരതൊക്കെ നോക്കും. അതിൻ്റെ ഭാഗമായിട്ട് റഫറിയോട് ഒരു വാക്കൊക്കെ പറയും. അങ്ങനെ അധികം ബലം പിടിക്കണ്ടെന്ന് പറയും. ഇത്ര തന്നെ. എന്ന് വെച്ചിട്ട് വലിയ അന്യായങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ക്യാമറയ്ക്ക് മുമ്പിലുള്ളതല്ലേ. ആയിരക്കണക്കിന് ക്യാമറകൾ. പണ്ടത്തെ പോലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്ന ആ കളി ഞാൻ നേരിട്ട് കണ്ടതാണ്. അന്ന് എൻ്റെ വീട്ടിലൊന്നും TV ഇല്ല. നമ്മൾ ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് പോയിട്ട് ആ കളി കണ്ടത്. പക്ഷെ എന്താണെന്ന് അന്ന് കളി കാണുമ്പോൾ എനിക്ക് മനസ്സിലായുമില്ല. രാത്രി 12 മണിക്കായിരുന്നു കളി. പിന്നെയാണ് ആ ദൈവത്തിൻ്റെ അത് കൈ കൊണ്ട് തട്ടിയിട്ടതാണ് എന്നും അത് ദൈവം പ്രവർത്തിച്ചതാണെന്നും മറഡോണ പറയുന്നതും ലോകം അതൊക്കെ അതാർക്കും ഇന്നും അജ്ഞാതമായൊരു അത്ഭുതം പോലെയാണത്. ആ ഗോള് അതോടുകൂടിയാണ് മറഡോണയാണ് അർജൻറ്റീനയെ ഫേമസ് ആക്കിയത്. അല്ലെങ്കിൽ അവർക്ക് ഇത്രമാത്രം കേരളത്തിലും മറ്റൊക്കെ ആരാധകരെ ഉണ്ടാക്കിയത് അർജൻറ്റീനയിലെ മറഡോണ എന്നുള്ള കളിക്കാരനാണ്. അദ്ദേഹം പിന്നീട് ആ വലിയ പ്രതിഭാശാലി മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമയായി ജീവിതം തന്നെ ഒരു കടങ്കഥ പോലെ ആയിപ്പോയി അയാളുടെ ജീവിതം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ ജീവിതം പോവുക. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ജീവിതം പോവില്ല. ഒരു കോളുണ്ട്. ഹലോ.
എവിടെ നിന്നാണ് ഹലോ ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തളിപ്പറമ്പ് വിളിക്കുന്നത്. ശരി, ഡേറ്റ് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 20/8/1986. സമയം സമയം 3 പറയൂ. മണി 3:45 വൈകുന്നേരം. ആണാണോ പെണ്ണാണോ? ആണാണ്. മരുമോനാണ്. ഓ, മരുമകനാണ്. മരുമകൻ. മരുമകൻ എന്ന് പറഞ്ഞാൽ മരുമകൻ മകളെ ഭർത്താവ്. ആ, ശരി ശരി, രണ്ടു തരത്തിലുണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ അതെ. ശരി ശരി. അപ്പം മരുമോനെ കൊണ്ട് അറിയണം. അതെ അതെ. ശരിയാവുന്നില്ലേ ഇപ്പോ? ശരി, നോക്കട്ടെ. ഇപ്പോൾ ഇയാളുടെ ശനിദശയാണ് ഇയാൾക്ക് നടക്കുന്നത്. അത് 27 വയസ്സിൽ തുടങ്ങിയ ശനിയാണ്. അത് 46 വയസ്സ് വരെ ഉണ്ട്. ഇപ്പം 39 40 വയസ്സാവുന്നു. ഇനിയും 6 കൊല്ലമുണ്ട്. ഇപ്പം നടക്കുന്നത് ചൊവ്വയുടെ അപഹാരമാണ്. വളരെ വളരെ മോശപ്പെട്ട ഒരു സമയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എന്തോ ഒരു ശബ്ദം അവിടെ, എന്തോ ഒരു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്തിൻ്റെ ദോഷം ചെറിയതല്ല. മാത്രമല്ല, ഇയാൾ ആരോഗ്യകാര്യത്തിൽ വരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡും കൂടിയാണ്. അത് 27 5-ാം മാസം വരെ ദുരിതപര്യായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് ഈ 12-ൽ നിൽക്കുന്ന ശനിയുടെ ദശ, അതിൽ ദുരിതപതിയായ, അതായത് 12-ാം ഭാവാധിപനായ ചൊവ്വയുടെ അപഹാരം. സ്വാഭാവികമായിട്ടും ജ്യോതിഷത്തിൻ്റെ കണക്കിന് ഇത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അയാളോട് വളരെയേറെ കരുതലോടുകൂടി, പിന്നെ ഏരശനി തീരുന്ന സമയം കൂടിയാണ്. അത് കുറച്ച് കാലം കൂടി ഏരശനിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച്, അതാണ് ഇങ്ങനെ ഒരു കാര്യവും അയാൾക്ക് നേരാൻ വണ്ണം നടക്കാത്തത്. അതെ, അതന്നെ. എല്ലാം വെള്ളത്തിൽ വരഞ്ഞതുപോലെ ആവുന്നതാണ്. ഒന്നും അനുഭവത്തിലില്ല, ഒന്നും കാണാനില്ല. അയാൾ തന്നെ ആകെ മാനസികമായിട്ട് തകർത്തിട്ടാണ് ഉള്ളത്. അതെ, അത് ഇങ്ങനെയുള്ള സമയത്ത് അത് ഉറപ്പാണ്. പിന്നെ ഇവർ തമ്മിലും വെറുതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന നോക്കണം. അതെ അതെ, അവർ തമ്മിലുള്ള കെമിസ്ട്രി ഇങ്ങനെയുള്ള സമയത്ത് തെറ്റിപ്പോകുമെന്നാണ്. കാരണം അയാളുടെ മൈൻഡും ഒരുമാതിരി ഉണ്ടാവും. അപ്പോൾ അയാൾ പലപ്പോഴും ബിഹേവ് ചെയ്യുന്നതൊക്കെ ആ രൂപത്തിലായിരിക്കും. അത് ചിലപ്പോൾ ഭാര്യയൊക്കെ പിടിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന് സമയം പഴിച്ചു കഴിഞ്ഞാൽ പല രൂപത്തിലത് സംഭവിക്കുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ഉപ്പില്ലാതൊരു ദാമ്പത്യം നയിക്കേണ്ടി വരിക എന്നുള്ളൊരു ബലവും കൂടി ഇപ്പോൾ ഉണ്ടാവും. പിന്നെ ബേസിക്കായിട്ട് അയാൾ ഒരു ഹ്യൂമാനിറ്റി ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. അടിസ്ഥാനപരമായിട്ട് അയാളൊരു അങ്ങനെ ഒരു മോശം മനുഷ്യനല്ല. അതുകൊണ്ട് സമയക്കേട് മാത്രമാണ്. പക്ഷേ അത് ഇത്രയും പിന്നെ കടുത്ത സമയദോഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് എത്ര കാലമായിട്ട് അയാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്? ഇപ്പോഴത്തെ എവിടെയാ ഉള്ളത് അയാള്? ആ, ഭാര്യ അവിടെ തന്നെയാണോ ഉള്ളത്? ജോലിയുണ്ട്. ആ, ശരി ശരി. ആ, സമാധാനം. ആ, അതെ അതെ, അവരുടെ സമയം നല്ലതായിരിക്കും. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇയാളുടെ എന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടണം. അത് ഇത്തരത്തിലുള്ള സമയത്തിൻ്റെ ദോഷം ഇത് അധികം കുറേ കാലമുള്ളതുകൊണ്ട് ശനി പിന്നെ കാത്തു നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ള ഉറപ്പ് തരാനും പറ്റില്ല. കാരണം പിന്നെയും ഉണ്ടല്ലോ 6 കൊല്ലത്തോളം ശനിയുടെ ദശ. ആ ശനി ഞാൻ പറഞ്ഞല്ലോ നശിപ്പിക്കുന്ന ശനിയാണ്.
മാത്രമല്ല ധനമൊക്കെ ഒരു ഉറുപ്പ്യ ആർക്കും ഒന്നിനും കൊടുക്കരുതെന്നും അതേപോലെ ഒന്നിലും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള ഒന്നും പാടില്ല എന്നൊക്കെ പറയണം. എന്തിലും ധനനഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും, ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇതിന് മുമ്പേ ഉണ്ടാക്കിയതെല്ലാം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, കീശ കാലിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ്. അപ്പോൾ അത് അയാളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. ആർക്കും വായ്പ കൊടുക്കാനൊന്നും പാടില്ല. അല്ല, വായ്പ കൊടുക്കാനുള്ള ഇപ്പം അയാൾക്ക് അത് കിട്ടില്ല. അപ്പൊ എന്നെ മുമ്പേ വിളിച്ചെങ്കിൽ അത് സംഭവിക്കുമായിരുന്നോ? അല്ല, കൊടുത്താ കിട്ടില്ല. അത് മേടിച്ചവൻ, ഇയാളുടെ അടുത്ത് വായ്പ മേടിച്ചവൻ അവിടെ തെണ്ടിപ്പോവും. അതാണ് അതിന്റെ വേറെ തമാശ. അയാൾ നല്ലവനായിരിക്കാം, അങ്ങനെയാണ് സംഭവിക്കുക. അങ്ങനെയാണ്. മറ്റേ അയാൾ ഫ്രോഡായതുകൊണ്ടല്ല. ഇവന്റെ സമയം, നിങ്ങളുടെ മരുമോന്റെ സമയം പഴച്ചു പോയി. അപ്പോൾ അന്നേരം മറ്റവൻ തെണ്ടിപ്പോവും, മേടിച്ചവൻ. ഇവന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അയാൾക്ക്. അതാണ് ഞാൻ അങ്ങനെയാ കാര്യങ്ങളെ കാണുക. കാരണം ഇയാളുടെ സമയദോഷമാണ്. എത്ര നല്ല മഹാനായ മനുഷ്യനായാലും അയാളുടെ കയ്യിൽ കാശില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കാശില്ലാതെ അവസ്ഥ വന്നു ചേരും. ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനും മതി. ഈ ഒരു വർഷവും കൂടി എന്തായാലും അയാളുടെ കാര്യം കഷ്ടം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട ദൈവികമായിട്ടും ശബരിമലയിൽ പോകാനെന്ന് പറയുക. ശബരിമലയിൽ പോവാറുണ്ട്. ശബരിമല ഇപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പിന്നെ വൃശ്ചിക മാസം തന്നെ ശരി, അതൊന്ന് ചെയ്യാൻ പറയുക. പിന്നെ ഹനുമാൻ, ഗണപതി, ഈ അവരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഒന്ന് പോയിട്ട് കൊട്ടാരക്കര ഗണപതിയെ ബാലഗണപതിയാണ്. പെട്ടെന്ന് ഇത് ഉണ്ണിയപ്പം നിവേദിക്കുക, പെട്ടെന്നൊരു അടയാളം കാണിക്കുന്ന സംഗതിയാണത് കൊട്ടാരക്കര ഗണപതി. അതിപ്പോൾ എറണാകുളത്ത് നിന്ന് അത്രയല്ലേ ഉള്ളൂ, കൊല്ലത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പോയിട്ട് വരാം. അത് കൊട്ടാരക്കര ഗണപതിയെ പോയിട്ട് സങ്കടം പറഞ്ഞിട്ട് നമ്മൾ ഉണ്ണിയപ്പം നിവേദിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഫലം കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു തടസ്സം പെട്ടെന്നൊന്ന് മാറ്റി കൊടുക്കുക എന്നുള്ള ഒരു ചൊട്ടുവിദ്യ പറഞ്ഞു തരുന്നതാണ് ഞാൻ. നമ്മൾ അങ്ങനെ പലതും ഉണ്ടല്ലോ നമ്മളെടുത്താ. അതുകൊണ്ട് എറണാകുളം ആയതുകൊണ്ടാണ് പറയുന്നത്. ഇവിടുന്നുള്ള ഒരാളാണെങ്കിൽ അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, ദൂരം കൂടുതലല്ല. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറയുക. പിന്നെ മറ്റു വേറെ വല്ല പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ അയാളെയും കൂട്ടി എന്നെ വരിക, എൻ്റെ അടുത്തേക്ക് വരിക. ഓക്കെ ഓക്കെ, നന്നായി വരട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വരാനിരിക്കുന്നത് കർക്കിടക മാസമാണ്. കർക്കിടക മാസം എന്താണ്, രാമായണ മാസം. അത് ഒരു ഭാഗത്ത് അങ്ങനെ, ഇത് രാമൻ്റെ മാത്രം മാസമല്ല, അത് ഭഗവതിയുടെയും കൂടി മാസമാണ്. ഒപ്പം പിതൃക്കളുടെ മാസവുമാണ്. ഈ രാമായണത്തിന് ഈ എന്താണ് അതിൻ്റെ രാമായണ മാസം ആചരണം, പാരായണം, ഇതൊക്കെ കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവ വികാസമാണ്. അത് വർഷങ്ങളായിട്ട് തുഞ്ചത്താചാര്യൻ്റെ സ്വതന്ത്രകൃതി വാൽമീകി എഴുതിയ രാമായണവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിപ്പോൾ കമ്പരാമായണത്തിൽ രാമൻ്റെ മോളാണ് സീത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻ, ഇതിന് വ്യാഖ്യാനങ്ങൾ ഈ രാമായണത്തിനുണ്ടായിട്ടുണ്ട്. തുളസീദാസ രാമായണം അത് വേറെ. നമ്മൾ തുഞ്ചത്താചാര്യനാണ് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ മാത്രമല്ല ഗായത്രി മന്ത്രവും ഇങ്ങനെ വിന്യസിച്ചിട്ടുണ്ട്. അത് സുന്ദരകാന്ഡത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് സുന്ദരകാന്ഡം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഗുണവും കൂടി ലഭിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുന്ദരകാന്ഡത്തിന് ഏറ്റവും, രാമായണത്തിലെ കാണ്ഡങ്ങളിൽ ഏറ്റവും പ്രാധാന്യം സുന്ദരകാന്ഡത്തിന് വന്നതും അതുകൊണ്ടാണ്. ഓം ഭൂർഭുവസ്സ സൗദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. ഈ മന്ത്രം
സവിതാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ മന്ത്രം ഈ കാണ്ഡത്തിൽ കൂടുതലായിട്ട് എഴുത്തച്ഛൻ അടുക്കി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പക്ഷേ മനസ്സിലാക്കാൻ കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ എന്താണ് പിന്നെ രാമായണം വായിച്ചു പോകുമ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. രാമായണത്തിൽ കുറേ എന്താ പറയുക, കുറേ ഭയങ്കര പൊരുളുമുണ്ട്, കുറേ ഒരു യുക്തിക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ അങ്ങനെ വേറെയും ഉണ്ട്. അതൊക്കെ എന്തോ ആവട്ടെ, ഏതായാലും ഭക്തി ആദ്യം എന്താ LKG ലെവലിൽ അല്ലെങ്കിൽ LP സ്കൂൾ ലെവലിൽ ഭക്തി കയറാൻ ആദ്യഘട്ടത്തിൽ ഇത് സഹായിക്കുന്നുള്ള കാര്യം സംശയമില്ല. ഭക്തിയുടെ തുടക്കം, പിന്നീട് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ മന്ത്രങ്ങൾ നേരിട്ട് ചൊല്ലുന്നതല്ലേ നല്ലത്. അത് മറ്റൊരു കാര്യം. ഇപ്പം ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലത് തന്നെ, ഇങ്ങനെ ചൊല്ലുന്നതാണോ നല്ലത് നേരിട്ട് ചൊല്ലുന്നതാണോ ഗുരു ഉപദേശം മേടിച്ചിട്ട്, അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാഥമിക തലത്തിലുള്ള പ്രൈമറി തലത്തിൽ ഭക്തിക്ക് അതിനോടൊരു നമുക്കൊരു, ഞാൻ രാമായണത്തെ കുറച്ച് പറയുന്നതല്ല, ഒരു എന്താണ് ആഭിമുഖ്യം വരാൻ രാമായണം നമ്മളെ സഹായിക്കുന്നു, സംശയവുമില്ല. ഞാനും അങ്ങനെ 8 കൊല്ലം രാമായണം തുടർച്ചയായിട്ട് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് മറ്റൊരു നെഗറ്റീവ് അർത്ഥങ്ങളൊന്നും അതിൽ സ്വീകരിക്കാൻ പാടില്ല, അതിൽ ചിന്തിക്കാൻ പാടില്ല. അതായത് അതിൻ്റെ പ്രൈമറി തലത്തിൽ അത് വളരെ ഗുണം ചെയ്യും ഭക്തിയിലെ ഉദ്ദീപിപ്പിക്കാൻ. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിന്ന്. കണ്ണൂർ. പറയൂ, ഡേറ്റ് പറയൂ. 16/11. ഓക്കെ. 97. സമയം പറയൂ. 5:25. വൈകിട്ടാണോ കാലത്താണോ? പുലർച്ചെ. രോഹിണി നക്ഷത്രം. അതെ. ആരാണ്? മോളാണ്. വിവാഹക്കാര്യം എന്താണെന്ന് നോക്കാൻ. വിവാഹക്കാര്യം നോക്കാനോ? അറിയാൻ താമസം എന്താണെന്ന്. അല്ല, ഇപ്പം വയസ്സ് തന്നെ, അതന്നെ പ്രശ്നം. ഏ അതന്നെ ചോദിക്കും നിങ്ങളോട്. അത് ശരി. അപ്പോൾ ഇപ്പം ഏതായാലും നീചവ്യാഴത്തിൻ്റെ സ്വാപഹാരം തുടങ്ങി. നീചനാണ് വ്യാഴം. അപ്പോൾ വ്യാഴം നീചനായതുകൊണ്ട് തന്നെ ഒരു വാക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ്, നീചഭംഗമില്ല. ഇപ്പോൾ നീചത്തിലുള്ള വ്യാഴം അതുകൊണ്ട് തന്നെ ഇവളെ മനസ്സൊക്കെ ആകെ എല്ലാത്ത രൂപത്തിൽ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല. ജോലിക്ക് പോകുന്നുണ്ടോ? അതും ഒരു പേരിനല്ലേ. അതെ. അത് വലിയ കാര്യമൊന്നുമില്ല, വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഈ ഒരു സാപഹാരം കഴിഞ്ഞാലല്ലാതെ ഒരു നന്മ പറയാനില്ല. അതൊരു അപ്പോൾ ഇപ്പം ഇനിയും ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ താനും. വ്യാഴത്തിൻ്റെ ഈ 14-ാം തീയതിയാണ് തുടങ്ങിയത്, ജൂൺ 14. അപ്പോൾ ഇപ്പം ദശാസന്ധിയിലാണ് നിൽക്കുന്നത്. ദശാസന്ധി രാഹു വ്യാഴ സന്ധി ആണിനും പെണ്ണിനും ഒരുപോലെ പിഴച്ചതായിരിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കാനും പറയണം, ഒരു 3-4 മാസം. പിന്നെ ഈ ശരീരം വണ്ണമുള്ള കൂട്ടത്തിലാണോ? അല്ല, മെലിഞ്ഞതാ. ഇനി വണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് ഷുഗറിൻ്റെ വല്ലതും ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ? ഷുഗറില്ല, പ്രഷർ. പ്രഷറല്ല, ഷുഗറിൻ്റെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. വണ്ണം കൂടിക്കഴിഞ്ഞാൽ ഷുഗറിന് സാധ്യതയുണ്ട്. പിന്നെ ഈ കണ്ണട വെച്ചിട്ടുണ്ടോ? ഇല്ല. കണ്ണിന് വല്ലതും പറയുന്നുണ്ടോ?
ഇടക്കെന്തോ അങ്ങനെ കാര്യപ്പെട്ട് പറയുന്നൊന്നുമില്ല. ആ അത് കണ്ണിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കാനും കണ്ണിൻ്റെ കാര്യവും പറയണം. ആ പിന്നെ ഈ ഒരു പീരീഡാണ് ഇപ്പോൾ ഈ സ്വാപഹാരം കഴിഞ്ഞാൽ തൽക്കാലം കല്യാണമൊക്കെ അങ്ങോട്ട് നടക്കും. അതെത്ര മാസം വരിക? അത് ഏതാണ്ട് 2 കൊല്ലത്തോളം ഉണ്ട് ഇനി. ഓ അതാണ് വലിയൊരു പിന്നെ നീചത്തിൽ കിടക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് ഞാൻ എന്താണ് പറയുക. വ്യാഴാണ് എന്ന് വെച്ചാൽ വ്യാഴാണോ എന്ന് വെച്ചാൽ വ്യാഴം തന്നെ. പക്ഷേ അതിനെക്കൊണ്ട് എന്താണ്, അതെന്തൊരു വ്യാഴാണത്? അത് 6ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് നീചത്തിൽ നിൽക്കുകയല്ലേ. കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാവുന്ന അങ്ങനെയൊക്കെയാ ഫലം. പിന്നെ ഇതിനൊക്കെ മറികടക്കാനുള്ള വല്ല കർമ്മങ്ങളും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ബന്ധപ്പെടാം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. കാരണം ഇത് കുറച്ച് ഇനിയും 2 വർഷം എന്ന് പറയുമ്പോൾ ആകെ ഒരു മാതിരി. ഇപ്പം തന്നെ 28 വയസ്സും 7 മാസമായി. അപ്പോൾ അതൊരു ഇനിയും താമസിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ പരിഹാര കർമ്മങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. അതൊക്കെ നോക്കുന്നതിന് തെറ്റില്ല. ഏതായാലും തളിപ്പറമ്പിലൊരു വെള്ളിക്കുടം വെച്ചൊന്ന് പ്രാർത്ഥിക്കും ആദ്യം തന്നെ. ഈ വ്യാഴം നീചത്തിൽ നിൽക്കുന്നതുകൊണ്ട് തളിപ്പറമ്പപ്പൻ്റെ മുമ്പിൽ വെള്ളിക്കുടം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വിവാഹം കഴിഞ്ഞാൽ സ്വർണ്ണക്കുടം സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കും. അതൊരു നല്ല പരിഹാരമായിട്ട് പറയാം. ദൈവികമായ പരിഹാരങ്ങൾ ഞാൻ പറയുന്നതാണ്. അവിടെ രാത്രി മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പിന്നെ കൊട്ടിയൂർ ഉത്സവമെല്ലാം കഴിഞ്ഞുകൊണ്ട് സമാധാനമുണ്ട്. കൊട്ടിയൂർ ഉത്സവ സമയത്ത് അവിടെയും കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അത് ഈ ഒരു കർമ്മമാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ രാജാവാണ്. രാജാവിനെ അങ്ങനെ വെള്ളിക്കുടം വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ്. ബാക്കിയുള്ള മന്ത്രജപവും കാര്യങ്ങളും അതേപോലെ രത്നധാരണവും മറ്റൊക്കെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നെ ബന്ധപ്പെട്ട് എന്നെ നേരിട്ട് വന്ന് കാണാം. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദേവിയെ ആരാധിക്കേണ്ട മാസവും കൂടിയാണ് കർക്കിടകം. രാമൻ്റെ മാത്രം മാസമല്ല. അപ്പോൾ ഭഗവതി ഏറ്റവും കൂടുതൽ സംപ്രീതിയാവുന്നതും ആ മാസമാണ്. കേരളം കണ്ട 1ാം നമ്പർ ഉപാസകൻ എന്ന് പറയുന്ന മധുസൂദനൻ തങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കർക്കിടകം പിറന്നാൽ മധുസൂദനൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ മട്ടന്നൂരുള്ള ഒരു മഹാദേവി ഭക്തനായിരുന്നു. ദേവി ഭക്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് മൂകാംബികയിൽ അന്നദാനം തുടങ്ങിയത്. അത്രമാത്രം ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. അത്ര ഭയങ്കര ദേവിയുടെ അനുഗ്രഹം കിട്ടിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഞാനൊക്കെ പോകുന്ന കാലത്തേക്ക് പാലം വന്നു. അദ്ദേഹമൊക്കെ 7 ചങ്ങാടം കടന്നിട്ട് വേണം പോകാൻ. 7 തോണി ചങ്ങാടത്തിലാണ് വണ്ടി കയറ്റുക. അന്ന് ഈ ഗോവ ഹൈവേ ഒന്നും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അദ്ദേഹം 70-ലാണ് അദ്ദേഹം മരിക്കുന്നത്. 56 കൊല്ലം മുമ്പേ. അദ്ദേഹം മരിക്കുന്നവരൊന്നും ഈ പറയുന്ന ബസ്സിൻ്റെ പരിപാടിയൊന്നും വന്നിട്ടില്ല. ബസ്സുണ്ട്, പക്ഷെ അത് ഇങ്ങനെ അന്നത്തെ യാത്ര ദുഷ്കരമാണ്, മൂകാംബിക യാത്ര. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് പ്രായമായിട്ട് തന്നെയാണ് മരിച്ചത്. അപ്പോൾ അദ്ദേഹം 100 കൊല്ലം മുമ്പേ പോയി കാണുമല്ലോ. മൂകാംബികയിലൊക്കെ ഭക്തനാവുന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ആവുമെന്നാണ് പറയുന്നത്. ഞാനൊക്കെ കുറച്ച് ലേറ്റായി, 32 വയസ്സ്. അമ്മയുടെ വിളി ചെറുപ്പത്തിലേ വരുമെന്നാണ് പറയുന്നത്, ഭക്തനാവാൻ വിധിയുണ്ടെങ്കിൽ. മറ്റ് വെറുതെ ടൂറിസ്റ്റായിട്ട് പോയിട്ട് ഒരു ദിവസം പോയിട്ട് അമ്മയെ കണ്ടിട്ട് വരുന്നയാൾ അതിലൊന്നും കൂട്ടുന്നില്ല. അതെല്ലാവർക്കും അങ്ങനെ, ചിലപ്പോൾ അതിനുപോലും അമ്മ വിളിക്കണമെന്നാണ്, അങ്ങനെ കാണാൻ പോലും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. ഒരു കോളുണ്ട്. ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. എന്തോ എക്കോ അടിക്കുന്നു, വോളിയം കുറക്കും.
കുറച്ച് ആ ആ എന്തോ ഒന്നും ഇല്ലേ? ആ ഹലോ ഹലോ ആ പറയൂ പറയൂ പറയൂ. പിന്നെ 28/9/2001. 28/9/2001. സമയം രാത്രി 8 മണി. ആരുടേതാണ്? മോളത്. എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട വിഷയം? മോളെ ഇപ്പൊ സമയാലും അറിയാണ്ട് ഈ വിഷം സുഖമില്ലാണ്ടല്ല വന്നത്. ഓ സുഖമില്ലാണ്ടല്ലായിരുന്നു ഇടക്കിടക്ക്. ശരി, നോക്കട്ടെ. അവിട്ട നക്ഷത്രം അല്ല, തിരുവോണം. 8 രാവിലെയാണോ? രാവിലെ. രാവിലെ. ശരി ശരി. അപ്പോൾ ഇപ്പം നടക്കുന്നത് രാഹുവിൻ്റെ ദശയാണ്. രാഹുദശയിൽ അഷ്ടമത്തിലുള്ള 9-ാം ഭാവത്തിലുള്ള രാഹുവാണ്. അപ്പോൾ അത് വളരെ മോശംപ്പെട്ട രാഹുവാണ്. ആ രാഹു 27 8-ാം മാസം വരെയുണ്ട്. ആ, ഒരു കൊല്ലം 1 മാസവും കൂടിയുണ്ട്. വളരെയേറെ മോശപ്പെട്ട സമയം. എന്താണ് ഇന്ന് വിളിക്കുന്നവരെല്ലാം മോശ സമയക്കാരാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വളരെയേറെ ഈ അസുഖങ്ങളെല്ലാം മാറും. ഈ 1 കൊല്ലമാണ്. അല്ല, അങ്ങനെ മാരക രോഗമൊന്നും അല്ലല്ലോ. ഒരു അതന്നെ. അത് ഈ സമയദോഷമാണ്. 9-ലെ രാഹു എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ ഓരോരോ അസ്വസ്ഥതകൾ, ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെ, ആ കുട്ടീനെ കൊണ്ടും വിഷമം ഉണ്ടാവും. കുട്ടിക്കും അസുഖങ്ങൾ വരും. അതായത് ഈ പറയുന്ന പീരീഡ് കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. ഇനിയത്തെ അടുത്ത വർഷം കൂടുതൽ മോശമായിരിക്കും അല്ലേ? ഇപ്പോൾ ഇനിയോ 8-ാം മാസം കഴിഞ്ഞാൽ ചൊവ്വയുടെ അപഹാരമാണ്. അത് ഏറ്റവും മോശമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈ രാഹു കഴിയുന്നവരെ വ്യാഴത്തിലെല്ലാ അഭിവൃദ്ധിയോ ഐശ്വര്യവും വരുമെന്നാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. 27 8-ാം മാസം. ആ, അത് കഴിഞ്ഞാൽ വ്യാഴം തുടങ്ങി. പിന്നെ ഐശ്വര്യത്തിൻ്റെ കാലഘട്ടമാണ്. യാതൊരു സംശയവും. എന്തോ ഭയങ്കരമായ ഡിസ്റ്റർബ്. എന്താണ് അവിടെ പ്രശ്നം? അവിടെയാണോ ഇവിടെയാണോ എന്നറിയില്ല. അയ്യോ, എന്തോ ഭയങ്കര കൂക്കി. ടിവിയുടെ വോള്യൂം നന്നായി കുറക്കണം. അവിടെയും ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നു പ്രശ്നം. അപ്പോൾ അതായത് അതും ഇവളുടെ ഫലമായി കൂട്ടണം. എന്നെ പോലും പറയാൻ വിടുന്നില്ല. നമ്മളെ നിമിത്തം ഉണ്ടല്ലോ ജ്യോതിഷത്തിൽ നിമിത്തം. ഇവളെ ഫലം പറയാൻ തുടങ്ങിയപ്പോൾ മാത്രമാണല്ലോ ഇത്ര കടുപ്പത്തിൽ വന്നത്. ഇപ്പൊ ശരിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ അത് എന്താണ്, മറ്റേ ഇങ്ങനെ എന്താണ് പറയുന്നയാളെ ദൈവജ്ഞനെന്നും ഈ ചോദിക്കുന്നയാളെ പൃച്ഛകനെന്നുമാണ് പറയുക. അപ്പോൾ അങ്ങനെ ദൈവജ്ഞൻ്റെ യോഗ്യതയൊക്കെ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും പറയുന്നില്ല. പക്ഷേ പിന്നെ അങ്ങനെ എല്ലാം തികഞ്ഞ ദൈവജ്ഞനൊന്നും ഇപ്പം കിട്ടാനുമില്ല. പോട്ടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ ബലം അറിയാൻ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് വരുന്നത് പോലും ദുസ്സൂചനയാണ്. ആ സമയത്തിൻ്റെ ദോഷത്തെ കാണിക്കുന്നതാണ്. പക്ഷേ എന്താണ് സമാധാനം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പീരീഡ് മാത്രമേ ഉള്ളൂ അവളോട്. അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ 1 കൊല്ലം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമല്ലല്ലോ.
ഒരു കൊല്ലം അത്ര വലിയൊരു സബ്ജക്റ്റായിട്ട് കാണണ്ടില്ലല്ലോ. എങ്കിലും ഒരു കൊല്ലം കഴിയുന്നത് വരെ ടൂ വീലറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിൽ കയറുന്നത് പോലും അത്ര ഗുണമല്ല. പിന്നെ ഈ വഴുക്കലുള്ള സ്ഥലത്തു നിന്നൊക്കെ വീഴുന്നതൊക്കെ നോക്കണം. കുളിമുറിയിലും മറ്റൊക്കെ വഴുതി വീഴുന്നതും അതൊക്കെ വളരെ ശ്രദ്ധിക്കാൻ പറയണം. പിന്നെ വെള്ളം നല്ലവണ്ണം കുടിക്കാൻ പറയണം. ആ ഈ അപ്പൻഡിക്സ് ചെറിയൊരു അത് തന്നെ. അതൊക്കെ അങ്ങനെയുള്ള അതേ ഞാൻ പറഞ്ഞത്, അതൊന്നും മാരകമായ അസുഖങ്ങളൊന്നും അല്ല. ഓപ്പറേഷൻ ഒന്നും വേണ്ട അതിന്. തൽക്കാലത്തേക്ക് ഇപ്പൊ അതിന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പൊ ഒരു കത്തിയൊന്നും വെക്കണ്ട. പിന്നെ പ്രായമുള്ളവർക്കേ അതൊക്കെ വലിയ പ്രശ്നമായി പോകും. പ്രായമുള്ളവർ അപ്പൻഡിക്സിനൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് പിന്നെ വെന്റിലേറ്ററിൽ വരെ ആയിപ്പോയി ഒരു കേസുണ്ട് എനിക്ക് പറയുന്നത്. പ്രായമുള്ളവരൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ 80 വയസ്സ് കഴിഞ്ഞാലൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ യുവതിയല്ലേ, അതുകൊണ്ട് ഇവൾക്കൊന്നും അത് പ്രശ്നമല്ല. ഇപ്പം തൽക്കാലം അത് കുറച്ച് മരുന്നിനൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോവുകയും ചെയ്യും. ഈ സമയപ്പിഴവിനാണ് ഇതൊക്കെ. അതേ ഞാൻ പറഞ്ഞ ഒന്നും മാരകമല്ല അസുഖങ്ങളൊന്നും, എല്ലാം ചെറുതാണ്. അത് ഈ സമയദോഷത്തിന് ഓരോന്ന് കാണിക്കുന്നതാണ്. പിന്നെ കാൽപാദത്തിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും അതിനെക്കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പിന്നെ അതേപോലെ മുടി കൊഴിച്ചലുണ്ടാവും. ഇതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ എല്ലാം നേരെയായി വരും. നല്ല നിലയിൽ തന്നെ ജീവിതം പുരോഗമിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഭർത്താവിനെ കൊണ്ട് നല്ല നേട്ടമാണ് കാണുന്നത്. കുറച്ച് പരിക്കനാണ് ആള്, പക്ഷേ ആള് നല്ല നേട്ടമാണ്. ഒരു പേടിപ്പിക്കുന്ന സ്വഭാവമാണ്. അല്ലേ, ശരിയല്ലേ? നീ അവിടെ നിൽക്ക്, നീ അവിടെ ഇരിക്കുന്നു ഇങ്ങനെ പറയും. അതവൻ മാറ്റാൻ പോകുന്നില്ല. അതാ പറഞ്ഞേ, ഇവനിങ്ങനെ കൽപ്പിക്കുകയാണ് ചെയ്യുക. അതേത് പെൺകുട്ടിക്കാണ് ഇഷ്ടപ്പെടുക? പക്ഷെ എല്ലാ കാര്യവും അവൻ നടത്തും കേട്ടോ. അവനാണാ, പക്ഷെ ആണത്തം കുറച്ച് കൂടിപ്പോയി. ഒരു മയമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമല്ലോ. നമ്മളെല്ലാം ഒരേ വേവല്ലേ, വേവ് ലെങ്ത് എന്ന് പറയും. ഇനി മറ്റേ വേവ്, ചോറിന്റെ വേവാണെങ്കിൽ അങ്ങനെയും കൂട്ടാം, ഒരേ വേവാണ്. നമ്മളെല്ലാം വെന്ത് കഴിഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ പറയാനുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് പിന്നെ അപ്പോൾ അത് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള. പക്ഷെ അവനെ ഞാൻ മോശമാക്കി പറഞ്ഞതല്ല, അവനങ്ങനെയാണ്. അല്ല, അതൊക്കെ നിങ്ങളെ മോളുടെ ഐശ്വര്യം എന്തായാലും വന്നു ചേരും. നിങ്ങൾ വ്യാഴത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അനുഭവത്തിൽ വരും. അത് ഞാൻ എന്തെങ്കിലും കാണാതെ ഒന്നും ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയില്ലല്ലോ. പഠിപ്പിച്ചിട്ട് നമുക്ക് വിഷമ വന്നിന്. അതെ, അതെ, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങളുടെ മകളുടെ വ്യാഴദശയിൽ അവൾ സൗഭാഗ്യം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെൻ്റെ ഉറച്ച വാക്കാണ്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ എന്താണ് പിന്നെ ഭഗവതിയെ ആനയിച്ചു കൊണ്ടുവരിക. അല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തങ്ങളെ കാര്യം പറഞ്ഞ് അത് പൂർത്തീകരിച്ചില്ല. അപ്പോൾ തങ്ങൾ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പോയിട്ട് അവിടെ വലിയ രൂപത്തിലുള്ള ദേവിയെ ഉപാസിച്ച വ്യക്തിയാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാനമായ ഒരു കർമ്മം ഈ കർക്കിടക 1 മുതൽ അദ്ദേഹം 46 ദിവസം ഒരു പ്രത്യേക വ്രതം, അതിൽ ചാതുർമാസത്തിൽ പെട്ടതാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണവിധിയിലല്ല.
അത് മറ്റൊരു അദ്ദേഹത്തിൻ്റെതായൊരു വിധി. ഇത് നമ്മളെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാഭക്തനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് സമൂഹം അംഗീകരിച്ച ഭക്തനായ ദേവീഭക്തനാണ് മധുസൂദനൻ തങ്ങൾ എന്നുള്ളത് മട്ടന്നൂരിൽ നിന്ന് മാത്രമല്ല കണ്ണൂർ ജില്ലയിലാകെ. ഇപ്പം 56 കൊല്ലം മുമ്പേ മരിച്ചൊരു മനുഷ്യനെ ഞാനൊക്കെ പറയണമെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണല്ലോ എനിക്ക്, അല്ലാതെ എനിക്ക് ഏതാണ്ട് ബോധെത്തുമ്പോഴേക്കും അദ്ദേഹം മരിച്ചല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് നമ്മൾ, പക്ഷേ ഒരു വ്യക്തിയുടെ നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, ഇപ്പം മഹാത്മാഗാന്ധിനെ കൊണ്ട് എന്താണ് ഇപ്പോഴും പറയുന്നത്, എന്തുകൊണ്ടാണ് മണ്ടേലയെ കൊണ്ട് പറയുന്നത്, എന്തുകൊണ്ടാണ് ഐൻസ്റ്റീനെ കൊണ്ട് പറയുന്നത്, എന്തുകൊണ്ടാണ് നെഹ്റുവിനെ കൊണ്ട് പറയുന്നത്? ലോകത്തിന് നന്മ ചെയ്ത് കഴിഞ്ഞാൽ അത് പറയുമല്ലോ, അത് എന്താണ് സംശയം അതിൽ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് ഫീൽഡിലായാലും അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചവനാണ് മട്ടന്നൂർ. പിന്നെ ദേവിയെ വലിയ രൂപം, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൂകാംബിക പോലത്തെ ഒരു ക്ഷേത്രത്തിൽ അന്നദാനമൊക്കെ തുടങ്ങി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നിയോഗമായിരിക്കില്ലേ? ദേവിയുടെ കൽപ്പനയില്ലാതെ അതൊക്കെ നടക്കുമോ? അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹത്തിനെ കണ്ടാലും മതി, അങ്ങനത്തെ രൂപമാണ്. അത് ഏതാണ്ട് മരിക്കുന്നവരും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. തങ്കഭസ്മൊക്കെ കഴിക്കുമെന്നാണ് ഞാൻ കേട്ടത്. തങ്കഭസ്മൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തുടുത്ത് നിൽക്കും, നമ്മളെപ്പോലെ ഉണങ്ങിപ്പോവില്ല. നമുക്കൊന്നും അതൊന്നും കഴിക്കാനുള്ള പണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാങ്ങില്ല. കോട്ടക്കല്ലിൽ അത് ഇപ്പോഴും കിട്ടാനുണ്ട്. പക്ഷെ ഇപ്പം തങ്കഭസ്മം കഴിക്കണ്ടൊക്കെ സ്വർണത്തിൻ്റെ വിലയിൽ കുറച്ച് വിഷമം തന്നെയാണ്. എന്തോ അതിലേക്ക് വരാൻ ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 26/1/96. ഓക്കെ. നക്ഷത്രം രേവതി. സമയം പറയൂ. രാവിലെ 5:55. 5:55 കാലത്ത്. രേവതി നക്ഷത്രം. ആരുടേതാണെന്ന് പറയൂ. മോള്. എന്താണ് അറിയേണ്ട വിഷയം? എങ്ങനെ? ഒന്നും വ്യക്തമാവുന്നില്ല. എന്തോ ഒരു എന്തോ ഒരു തടസ്സം നേരിടുന്നു. എന്തോ ഒരു ഇവിടെ ക്ലിയർ ആവുന്നില്ല. അതൊരു വലിയ പ്രശ്നം. ഓ, നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയില്ലേ? അതെ, ഇവൾക്ക് ഇപ്പോൾ സമയം അനുകൂലമായിട്ട് 3-ാം മാസം മുതൽ സമയം അനുകൂലമായി. ഇനി 2-3 വർഷക്കാലത്തിനുള്ളിൽ ഇവക്ക് വലിയ രൂപത്തിലുള്ള നന്മയുള്ള കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ്? പുറത്താണോ ഉള്ളത്? നാട്ടിലാ ഉള്ള. എവിടെയെങ്കിലും പോകാൻ നോക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് വ്യക്തത കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫലം പറയുന്നതാണ്. അപ്പോൾ ഈ സമയം അനുകൂലമായിരിക്കുന്നു. അത് ചില ഗുണപരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഈ കുട്ടിക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഈ പറയുന്ന 2-2.5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കത് അനുഭവത്തിൽ വരും. എങ്ങനെ? ഏതായാലും എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഏതായാലും നിങ്ങളുടെ മകൾക്ക് 2.5 വർഷക്കാലം
ഇതിനുള്ളിൽ വലിയ പരിവർത്തനങ്ങളും നല്ല ഗുണപരമായ കാര്യങ്ങളും സംഭവിക്കുമെന്ന് മാത്രമാണ് ഞാൻ ബലം പറയുന്നത്. എനിക്ക് വ്യക്തത കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നന്നായി വരട്ടെ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ അതായത് എനിക്ക് അവിടുന്ന് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, പിന്നെ ഇവിടുത്തെ ബലം പറയാമെന്നല്ലാതെ ചർച്ച നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഏതായാലും അദ്ദേഹം അങ്ങനെ മഹത്തായൊരു വലിയ ഇതൊക്കെ ചെയ്തു, വ്രതമൊക്കെ അനുഷ്ഠിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേവിയുടെ ചൈതന്യം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഏതായാലും അദ്ദേഹം തുടങ്ങി വെച്ച ആ സൽക്കർമ്മം ഇപ്പം 10,000 ഊട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ദേവസ്വം നേരിട്ടാണ് ഇത്, ഈ സംഭവം നടക്കുന്നത് 100 കൊല്ലം മുമ്പെയാണ്. അന്ന് മൂകാംബിക അമ്പലം എന്ന് പറഞ്ഞാൽ അത് പണ്ട് എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ ആയിരുന്നല്ലോ. ഗുരുവായൂരായിക്കോട്ടെ, മറ്റേ അവിടെ പോയി കഴിഞ്ഞാൽ ലോഡ്ജൊന്നും ഇല്ല, അടികമാരെ വീട്ടിലാണ് താമസം. അവർ അവിടെ ഒരു പായ കൊടുക്കും, ആ പായയിൽ കിടന്നുറങ്ങിക്കൊള്ളുക. ഭക്ഷണം എന്തെങ്കിലും ഒരു രസവും കുറച്ച് ചോറും കൊടുക്കും. രാവിലെ വരുമ്പം പോയവർ 1 രൂപയോ അല്ലെ 5 രൂപയോ, മാക്സിമം 5 രൂപ അവർക്ക് കൊടുക്കും. അവർ ദാരിദ്ര്യത്തിലാണ് അടികമാർ. കാട്ടിൻ്റെ അകത്തുള്ള ക്ഷേത്രമല്ലേ, അന്ന് മലയാളികൾ മാത്രമാണ് ഭക്തന്മാർ. ഇന്നത്തെ പോലെയുള്ള വാഹന സൗകര്യമൊന്നും ഇല്ലാതുകൊണ്ട് പരിമിതമായ ആളുകൾ മാത്രമേ പോയിട്ടുള്ളൂ. ഞാനൊക്കെ 35 കൊല്ലം മുമ്പേ പോകുമ്പോഴേക്കും സംഗതി മാറ്റം വന്നു. പിന്നീട് വലിയ, ഇന്നിപ്പോൾ അവസ്ഥ പറയണ്ടല്ലോ. ഇന്നലെ സതീശൻ മുഖ്യമന്ത്രി തൊഴുതു, കഴിഞ്ഞ 1 മാസം മുമ്പേ വിജയ് മുഖ്യമന്ത്രി വന്ന് തൊഴുതു. എല്ലാവരും അമ്മയെ ആശ്രയിക്കുന്നു. അത് ഒരാളുടെ വിശ്വാസമാണ്. ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിക്ക് അത്ര വിശ്വാസമില്ല, അദ്ദേഹം പോയിട്ടില്ല. ഈ മുഖ്യമന്ത്രിക്ക് അങ്ങനത്തെയുള്ള ഭക്തിയൊക്കെ ഉണ്ട്, അയാൾ പോകുന്നു. ഒരാൾ അവരവരുടെ സൗകര്യം പോലെ ചെയ്യട്ടെ. ഏത് നല്ലത് ഏത് കെട്ടതെന്നും പറയാൻ ഞാൻ ആളല്ല. ഭക്തി വേണമെന്നോ, എനിക്കെൻ്റെ അനുഭവം അത് വെച്ച് ഞാൻ സംസാരിക്കുന്നു. അതില്ലാത്തവർക്ക് അവർക്ക് അവരുടേതായ ഇതുണ്ടാവും. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ദേവിയെ ആരാധിക്കുന്ന മാസവും കൂടിയാണ് കർക്കിടകം. മാത്രമല്ല വീടും പരിസരങ്ങളും വളരെയേറെ ശുദ്ധിയാക്കി വെക്കേണ്ടതും ആവശ്യമാണ്. മഹാലക്ഷ്മി കടന്നു വരുമെന്നാണ്. എല്ലാം ഒരു മിത്താണ്, അത് വേറെ കാര്യം. പക്ഷെ ഇതൊക്കെ വിശ്വാസികളുടെ തലത്തിൽ മാത്രം സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ചിട്ടും കന്നിമൂലയൊക്കെ ചപ്പുചവറുകളൊന്നുമില്ലാതെ വളരെ വൃത്തിയാക്കി വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പലർക്കും അതിനെക്കുറിച്ചൊന്നും വലിയ നിശ്ചയം ഉണ്ടാവില്ല. കിഴക്കോട്ട് മുകളിലുള്ള വീടിൻ്റെ പുറകുവശമായിരിക്കും കന്യമൂല. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അവരാണ് വീടിൻ്റെ ഫ്രണ്ടിൽ പടിഞ്ഞാറോട്ടൊക്കെ മുകളിലുള്ള വീടാണെങ്കിൽ ഫ്രണ്ടിൽ വരുമല്ലോ. ഇനി വടക്കോട്ടായാലും ഫ്രണ്ടിൽ വരും. കിഴക്കോട്ടുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവരാണ് അവരെ വീട്ടിൽ പോയി കഴിഞ്ഞാലാണ് ഈ കന്നിമൂലയിൽ ഏറ്റവും മോശം കാണുക. ദാരിദ്ര്യം മാറില്ലെന്നാണ്. ഇതൊക്കെ ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങുമ്പം തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് എല്ലാം ഒന്ന് കത്തിച്ച് കളയണം. അവിടെയൊക്കെ എന്തൊക്കെ സാധനം കൊണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് കിഴക്കോട്ട് മുഖമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക. കിഴക്കോട്ട് മുഖം ഉത്തമമാണ്. അത് വീട് ഉത്തമത്തിലാണ് കിടക്കുന്നതെന്നുള്ള കിഴക്കോട്ട് മുഖമുള്ള വീട്ടുകാർ ശ്രദ്ധിക്കണം. കിഴക്ക് എവിടെയാണ് ഉദിക്കുന്നതെന്ന് ചോദിച്ച പോലെ കിഴക്ക് അല്ല, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കന്യാകുമാരിയിൽ നിന്നാൽ ഒരു സ്വന്തമായിട്ടൊരു സൂര്യനൊന്നുമുള്ള ആൾക്കാരല്ല ഞങ്ങൾ എന്ന് പറയുന്ന പോലെ സ്കിറ്റിൽ കണ്ട പോലെ സൂര്യൻ
എവിടെയാ ഉദിക്കുന്നത്? കിഴക്ക് എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ. പിന്നെ എന്താ പറയുക അയാളോട്? ചക്രവാണീനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തമായി സൂര്യനൊന്നും ഉള്ളവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ പോലെ. ഏതായാലും ഈ സൂര്യൻ കിഴക്ക് മുഖം കിഴക്കോട്ടുള്ള ആ വീട്, അവർക്കും ഈ സൂര്യനെ കിഴക്ക് പൊന്തി വരുന്നത് കാണാമല്ലോ. അത്രയെങ്ങും മനസ്സിലാക്കുക, ആർക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ. അപ്പോൾ ഈ കിഴക്ക് മുഖമുള്ളവരാണ്, പുറകു വശം കന്യമൂല വരുന്നവർ, അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാ വീട്ടിലും കന്യമൂല ഉണ്ടാവും. പക്ഷേ നമ്മളെ ഫ്രണ്ടിൽ ആകുമ്പോൾ അങ്ങനെ അത്രമാത്രം വരില്ല. ഇന്നത്തെ അത്രയല്ലേ 5 സെൻറ്റ് 6 സെൻറ്റ് അത്രയൊക്കെയല്ലേ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നും വരുത്താൻ മുൻവശം സാധ്യത കുറവാണ്. ഏതായാലും വീടും പരിസരവും ശുദ്ധിയാക്കി വെക്കുക തന്നെ വേണം. കർക്കിടകം വരുന്നതിന് അടുത്ത വെള്ളിയാഴ്ചയാണ് കർക്കിടകം ആരംഭിക്കുന്നത്, അതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം. ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. പറയൂ, എവിടുന്നാണ്? 21/10/59. 21/10/59. ഓക്കെ. രാവിലെ 10:35. മകീരം മകീരമേഷം നിങ്ങളുടെ തന്നെയാണ്? ഇപ്പൊ ദശയിൽ എങ്ങനെ സാർ? നല്ല ദശ, കാലിന്റെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞ ശേഷം ഒരു സുഖമില്ല. അത് നിങ്ങൾ തന്നെയാണോ? അല്ല, ഭാര്യന്റെ. ഭാര്യയുടെ. അപ്പോൾ ഈ 25/11 മാസം മുതൽ 26/9 മാസം വരെ സൂര്യൻ്റെ അപഹാരമാണ്, നീച സൂര്യനാണ്. അപ്പോൾ അതാണ് അസ്ഥി സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ടും മറ്റൊക്കെ തകരാറുകൾ വരുമെന്ന് പറയുന്നുണ്ട് നീച സൂര്യൻ്റെ സമയത്ത്. പിന്നെ ലഗ്നത്തിൽ ശനി നിൽക്കുന്നതാണ്, ആരോഗ്യ സംബന്ധമായി അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് കുറച്ച് മോശം പിടിച്ച അവസ്ഥയുള്ളവളാണ്. പിന്നെ ശത്രുദോഷവും നന്നായിട്ട് ബാധിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഈ സമയം കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവസ്ഥ മാറ്റം വരും. അത് 26/9 മാസം. അതായത് ഇനിയിപ്പം 2 മാസം കൂടി. അത് കഴിഞ്ഞാൽ സുഖം. അയ്യോ, വേറെ എന്തപ്പോൾ അങ്ങനെ എന്തിനാണ് എപ്പോഴും നമ്മളിങ്ങനെ ഒരിക്കലും ശരിയാവില്ല എന്ന് ചിന്തിക്കുന്നത്? എന്തിനാണ് ചിന്തിക്കുന്നില്ല സാർ? അല്ല, അത് വല്ലപ്പോ വേദന, ഓപ്പറേഷൻ 5-6 മാസം 5-8 മാസം ഏതാണ്? അതെ, അത് അവരുടെ സമയം പിഴവന്നെയാണ്. ആ സൂര്യൻ വന്ന ഉടനെ തന്നെയാണല്ലോ ഈ സംഭവം. കാരണം നിങ്ങൾ കണക്കൂട്ടി നോക്കൂ, 25/11 മാസത്തിലല്ലേ സൂര്യൻ വരുന്നത്. ആ, അപ്പോൾ റെഡിയല്ലേ? നിങ്ങൾ ഞാനും പറയുന്ന കണക്ക് റെഡിയല്ലേ? ഭാര്യ ആയുസൊക്കെ നിങ്ങൾ കേസരി യോഗല്ലേ? ഓ, 84 കൊല്ലം ജീവിക്കും കേട്ടോ. മക്കളെന്താ മോശം? ആൺമക്കളുണ്ടല്ലോ. ആ, അവര് നല്ല മക്കളല്ലേ, യോഗ്യന്മാരല്ലേ? പിന്നെന്താ, അവര് അമ്മക്ക് പൈസയൊക്കെ വേണ്ടത് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താന്ന്? പിന്നെ ഇപ്പൊ സ്നേഹം പറഞ്ഞിട്ട് ഇപ്പൊ അമ്മയുടെ അടുത്ത് ഇരിക്കാൻ ആർക്കെങ്കിലും നേരമുണ്ടോ? അതല്ല. അയ്യോ, ഞാൻ പറഞ്ഞാൽ അപ്പുറം പിന്നെ എന്തിനാ ഇങ്ങനെ? ആ, പിന്നെ എന്തിനാണ് അതിന്റെ മുകളിൽ പിന്നെ വേറെ? പിന്നെ എന്തിനാണ് വെറുതെ വേണ്ടാതെ? അവരോട് സമാധാനത്തിൽ ഇരിക്കാൻ പറയൂ. എല്ലാം നന്നായി ഒരു മൃത്യുഞ്ജയ ഹോമം കഴിപ്പിച്ചേക്കൂ ശിവക്ഷേത്രത്തില്. ശിവനൊരു മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കൂ കേട്ടോ. ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുഞ്ജയ ഹോമം. ഓക്കെ, ശരി. അപ്പോൾ അതുകൊണ്ട് ദേവിയെ ആരാധിക്കേണ്ട മാസമാണ്. രാമായണം വായിക്കേണ്ട, പിതൃക്കൾക്ക് ബലി വെക്കേണ്ട. കർക്കിടകവാവ് അടുത്ത ആഗസ്റ്റ് 12 ഉള്ളൂ. ഇപ്രാവശ്യം കുറേ തള്ളിയിട്ടാണ്. അതുകൊണ്ട് പിതൃക്കളുടെ മാസമാണ്. പരേതാത്മാക്കളെ പിതൃക്കൾ എന്ന് പറയുന്നു. അത് 7 തലമുറക്ക് നമ്മൾ ബലി വെക്കേണ്ട കാലം കൂടിയാണ്.
പിതൃക്കളുടെ ഉത്സവമാണ് കർക്കിടക വാവ് എന്ന് പറയുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പിന്നെയോ ദേവിയെ ആരാധിക്കാൻ ഏറ്റവും നല്ല അനുകൂലമായ മാസമാണ്. ഒരു കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകണം, എങ്ങനെയാണ് അനിയനെ ഏട്ടൻ പരിഗണിക്കേണ്ടത്, അച്ഛനെ എങ്ങനെയാണ് മകൻ പരിഗണിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പം അതെന്താണ്, അത് മനസ്സിലാക്കണമെങ്കിൽ രാമായണം വായിക്കണം. രാമായണത്തിൽ കുറച്ച് അന്യായം നടന്നിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് എങ്കിൽ കൂടിയും രാമായണം നമുക്ക് വഴികാട്ടിയാണ്. പിന്നെ തുടക്കക്കാർക്ക് ഭക്തി വർദ്ധിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കുക. കർക്കിടകമാണ് ഈ വെള്ളിയാഴ്ച മുതൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു അവയർനെസ്, എന്നെക്കാളും ഈ വിഷയത്തിലൊക്കെ ധാരാളം അറിവുള്ള ആളുകൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വലിയ കാഴ്ചപ്പാടില്ലാത്ത കുറേ ആൾക്കാർ, പ്രത്യേകിച്ചും പുതിയ തലമുറ, അവരിൽ എത്ര പേര് ഇതൊക്കെ കാണും കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്നവർ കേൾക്കട്ടെ, കാണുന്നവർ കാണട്ടെ. നമ്മളെ നിയോഗമല്ലേ പൂർത്തീകരിക്കുന്നത്. മെസ്സി ഗോളടിക്കട്ടെ, അത് അവൻ്റെ പണി, പന്തിൻ്റെ പുറകെ പായുന്നത്. എൻ്റെ നിയോഗം ഇങ്ങനെ, ഓരോരുത്തരും ഓരോ നിയോഗമല്ലേ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അതേപോലെ പിന്നെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കും ബുക്ക് ചെയ്ത് എന്നെ വന്ന് കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഓൺലൈനിലും സേവനം ലഭ്യമാണ്. ഡേറ്റും ടൈമും ഗൂഗിൾ പേ വഴി ദക്ഷിണയും അയച്ച് അങ്ങനെയും നിങ്ങൾക്കറിയാം. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.